BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിൽ അസാധാരണ മുറവിളിയാണ് നടക്കുന്നത്. തന്നെ ഉയർത്തിക്കാട്ടിയുള്ള കെ സുധാകരന്റെ അടക്കം പരസ്യ പ്രതികരണങ്ങൾ തള്ളിക്കളയാതെ KC വേണുഗോപാലും നയിക്കാൻ KC വരണമെന്നുള്ള ക്യാമ്പയിനും അതിനെ തള്ളി VD സതീഷിന് വേണ്ടിയുള്ള നീക്കങ്ങളും കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. KCക്കും VDക്കുമായുള്ള പോരിനിടെ വിവാദങ്ങൾക്കില്ലാതെ മാറി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ രമേശ് ചെന്നിത്തല മന്ത്രിയാകണമെന്ന ശക്തമായ പ്രചാരണമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ KC VD RC പോര് മുറുകുകയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായി പലവട്ടം ആവശ്യപ്പെട്ട കെ സുധാകരനെ ഒപ്പം ചേർത്ത് KC പക്ഷം നടത്തിയത് വമ്പൻ നീക്കമാണ്. KCക്ക് എന്ത് യോഗ്യതയെന്ന ഒരു ചാനൽ ചർച്ചയിലെ അവതാരകന്റെ വിമർശനം വീണ് കിട്ടിയ ആയുധമാക്കിയാണ് ക്യാമ്പയിൻ. കേരളത്തിൽ ആവശ്യമായ KCയുടെ നേതൃത്വമെന്ന് പറഞ്ഞ് സുധാകരൻ തുടങ്ങിവെച്ചു. പിന്നാലെ KCക്കായി സ്വിച്ചിട്ട പോലെ സമാന പദങ്ങളുമായി നേതാക്കളുടെ കൂട്ടമുറവിളി. ഒരു വശത്ത് KC ഇറങ്ങണമെന്ന ആവശ്യം കനക്കുമ്പോൾ മറുവശത്ത് കമന്റുകളുടെ തിരിച്ചടിച്ച VD ഗ്രൂപ്പും രംഗത്തുണ്ട്. സുധാകരന്റെ പോസ്റ്റിന് താഴെ വന്ന 90% കമന്റുകളും VD മുഖ്യമന്ത്രിയാകണമെന്നാണ്. മത്സരിച്ചില്ലെങ്കിലും CM റേസിൽ താനുണ്ടാകുമെന്ന സൂചന ശക്തമാക്കുകയാണ് KC വേണുഗോപാലും. ഇതിനിടക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ഗ്രൂപ്പ് പോരിനെ വിമർശിച്ച മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വരികയും രാഹുൽ ഗാന്ധിയുടെ കർശന നിർദ്ദേശമുണ്ടായിട്ടും KPCC അധ്യക്ഷൻ അച്ചടക്കവാളോങ്ങിയിട്ടും മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. അനാവശ്യ ചർച്ചകൾ തുടർന്നാൽ നേതാക്കൾ മറുപടി പറയേണ്ടി വരുമെന്ന AICC നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ വിലക്കിയത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ്. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച രാഹുലിന്റെ നിലപാട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ട് നേതാക്കളെ അറിയിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചത്. അതിനിടെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി നേതാക്കൾക്കിടയിൽ അണികൾക്കിടയിലും അവകാശവാദങ്ങളും വെല്ലുവിളികളും തുടരുകയാണ്. കൊച്ചി നഗരത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. എറണാകുളം DCC ഓഫീസിന്റെ എതിർവശത്താണ് VD സതീഷിനെതിരെ രൂക്ഷമായി വിമർശിച്ചും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുമുള്ള ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്ന് ഫ്ലെക്സിൽ പറയുന്നു. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഹൈക്കമാൻഡ് വിലക്ക് നിലനിൽക്കെയാണ് ചെന്നിത്തലയെ അനുകൂലിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പരസ്യം വന്നതും സതീഷിനായി ഫ്ലെക്സ് ഉയർന്നതും. ഇതിന് പിന്നാലെയാണ് ചെന്നിത്തലയെ അനുകൂലിച്ചും സതീഷിനെ വിമർശിച്ചും ഫ്ലെക്സ് ഉയർന്നത്. മുഖ്യമന്ത്രി ചർച്ചയെ കുറിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അത് എല്ലാവരും അംഗീകരിക്കുമെന്നുമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് പാർട്ടിയിൽ സാധാരണയുള്ള രീതിയെന്ന് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രതികരിച്ചപ്പോൾ ജനാഭിലാഷം മനസ്സിലാക്കി നേതൃത്വം തീരുമാനിക്കുമെന്നാണ് മുൻ മന്ത്രി K ബാബുവിന്റെ പ്രതികരണം. VD സതീഷിന്റെ PR പണി അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും പോസ്റ്ററിൽ കുറിച്ചിരുന്നു. കളമശ്ശേരി സയൻസ് പാർക്കിന് സമീപവും ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ പക്ഷം പിടിക്കാനില്ലെന്ന സൂചന നൽകി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്ത് വരികയും ചെയ്തു. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമെന്നും ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും കേരള കോൺഗ്രസ് നേതാവും കോട്ടയം MP-യുമായ ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലെ തീരുമാനം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കേണ്ടി വരുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. മുസ്ലിം ലീഗ് VD സതീഷിനൊപ്പം എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി തർക്കത്തിൽ പക്ഷം പിടിക്കാനില്ലെന്ന സൂചന നൽകിയുള്ള ജോസഫ് നേതാവിന്റെ പ്രതികരണം. അതേസമയം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെ വിമർശിച്ചതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. നിയമസഭാ കക്ഷി നേതാവും മുഖ്യമന്ത്രിയും ആരാണെന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായിരിക്കെ അത് എന്തിനാണ് ലീഗ് യോഗം ചർച്ച ചെയ്യുന്നതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് അഭിപ്രായം പറയാറില്ല, അതുകൊണ്ട് മുന്നണി മര്യാദയുടെ ഘടകമാണ് ലീഗ് നടത്തിയതെന്ന് ഇവർ പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങിയത് UDF-ന് അവമതിപ്പുണ്ടാക്കിയെന്നും കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഗൗരവത്തോടെ കാണണമെന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം അഭിപ്രായപ്പെട്ടിരുന്നു. മാത്രമല്ല VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ചില പ്രതിനിധികൾ ചർച്ചയിൽ പറഞ്ഞത്. ഇതും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ലീഗ് എന്തിനാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ലീഗായിരിക്കും എല്ലാ തീരുമാനങ്ങളും
കൈക്കൊള്ളുക എന്ന പ്രചാരണത്തിന് ശക്തി പകരുന്നതാണ് ഇപ്പോഴത്തെ നിലപാടെന്നും നേതാക്കൾ പറയുന്നു. അതേസമയം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കോ PK കുഞ്ഞാലിക്കുട്ടിക്കോ ഈ ചർച്ചകളിൽ റോളില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നയാളെ അംഗീകരിക്കോ എന്ന നിലപാടാണ് അവർക്കുള്ളത്. പക്ഷേ അതിനെ മറികടന്നാണ് സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ച നടന്നത്. VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്നതാണ് ലീഗിന്റെ പൊതുവികാരമെന്ന രീതിയിൽ പുറത്ത് അവതരിപ്പിക്കപ്പെടുന്നുവെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.